വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് സംസ്ഥാന സർക്കാർ കടുത്ത അവഗണന തുടരുന്നതായി പരാതി. ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ കേവലം 48 പേർക്ക് മാത്രമാണ് അടിയന്തര ധനസഹായം ലഭ്യമായിട്ടുള്ളത്. ജീവനോപാധി പൂർണ്ണമായും തകർന്ന വ്യാപാരികൾക്ക് പോലും യാതൊരു ധനസഹായവും നൽകിയിട്ടില്ല. ദുരിതബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഉള്ളതെല്ലാം നഷ്ടമാവുകയും നിരവധി പേർ ഭവനരഹിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്ത വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 2 വർഷം പിന്നിടുമ്പോഴും ദുരന്തബാധിതർക്ക് ആശ്വാസമാകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ദുരന്തബാധിതരുടെ കടം പോലും എഴുതിത്തള്ളിയിട്ടില്ലെന്നതാണ് ആക്ഷേപം. പൊതുമേഖലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത കർഷകർ എങ്ങനെ വായ്പ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ്. സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന്റെ ബലത്തിലാണ് കർഷകർ ഇതുവരെ മുന്നോട്ടു പോയത്. കൂടാതെ 150ഓളം വരുന്ന ദുരന്തബാധിതരിൽ 48 പേർക്ക് മാത്രമാണ് സർക്കാർ ധനസഹായമായി പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപ ലഭിച്ചത്. സർക്കാർ അവഗണനയിൽ വ്യാപാരികളും കടുത്ത പ്രതിഷേധത്തിലാണ്. 100ഓളം കുടുംബങ്ങൾ പുനരധിവാസത്തിനായി കേഴുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ തകർന്ന പാലങ്ങളും റോഡുകളും ഒന്നും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ഇതിന്റെ പല ഭാഗത്തും ഇതിന്റെ ടെൻഡറോ വർക്കുകളോ ഒന്നും തന്നെ ആയിട്ടില്ല. അതുപോലെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടുത്തെ വ്യാപാരികൾ. ഈ വ്യാപാര മേഖലയിൽ 12ഓളം കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി. അതുപോലെ 38ഓളം കച്ചവട സ്ഥാപനങ്ങളിൽ ചെളിയും വെള്ളവും നിറഞ്ഞ് ഭാഗികമായി നശിച്ചു. ഇവിടെ ഒരു കണക്കെടുപ്പ് നടത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം നൽകാനോ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. ജീവനോപാധി പൂർണ്ണമായും നഷ്ടപ്പെട്ട കച്ചവടക്കാർക്കും ധനസഹായം ലഭിച്ചിട്ടില്ല. പലതവണ സർക്കാരിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ജനം, കോഴിക്കോട്.